ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ചെറിയൊരു ചുമ ഇതെല്ലാം വന്നിട്ട് സൗണ്ട് ഒന്ന് മാറിയിന് കേട്ടോ. അപ്പോൾ ഇന്നൊരു പാർട്ടി വ്ളോഗാണ്. ചെറിയൊരു പാർട്ടി വ്ളോഗിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഒരുപാട് റെസിപ്പികളുണ്ട്, ഒന്നിച്ച് കിട്ടും. അപ്പോൾ കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുക കേട്ടോ. കാരണം കുറേ റെസിപ്പികളുള്ളതുകൊണ്ട് ലെങ്ത്ത് കൂടിയാൽ നിങ്ങൾക്കും കാണാനൊരു പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ദാ ആദ്യം തന്നെ ഞാൻ ഒരു 3 ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 700 ഗ്രാമാണ് ഒരു ചിക്കൻ വരുന്നത് കേട്ടോ. 700 ഗ്രാമിൻ്റെ 3 ചിക്കനാണ് ഞാൻ എടുത്തത്. ഫുള്ളായിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ് വേണ്ടത്. ഞാനിവിടെ ചിക്കൻ മന്തിയാണ് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. റൈസ് വേറെയും ചിക്കൻ വേറെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണ സമയത്ത് പറയലുണ്ട് കട്ട് ചെയ്യണമെന്ന് കാണിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ അത് ബാക്ക് ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലത്തെ ബോൺ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കിടത്തി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലേക്ക് ഇനി ഒരു മസാല നമുക്ക് റെഡിയാക്കണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വേണ്ടത് പാപ്രിക്ക പൗഡറാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം 3 ചിക്കൻ ഉണ്ടല്ലോ. 700 ഗ്രാം ആണെങ്കിലും ഫുൾ ചിക്കനാണ്. പിന്നെ വേണ്ടിയ മുളകിൻ്റെ ആവശ്യത്തിന് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കയന്ന പേപ്പറാണ് ഞാൻ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1½ ടേബിൾ സ്പൂൺ നല്ല ജീരകപ്പൊടി ചേർത്ത്. പിന്നെ വേണ്ടത് ബാർബിക്യൂ സോസാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസാണ് വേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2½ ടീസ്പൂണാണ് ചേർത്തത്. അത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ദാ ഒരു 2 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് ബാർബിക്യൂ ചെയ്യണ സമയത്ത് ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കണം. മസാല നിങ്ങൾ എത്രത്തോളം നേരത്തെ പുരട്ടിയിട്ട് വെക്കുന്നത് അത്രയും മസാല പിടിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ അത് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. എന്നാലും ഞാനിതിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് രാത്രിയാണ് ഇവിടുത്തെ പാർട്ടി വരുന്നത്. അപ്പോൾ അതാ ഒരു 5, 8 മണിക്കൂർ എന്തായാലും ഇത് നമ്മൾ ഇപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്ന ഒരു ഐറ്റം ബട്ടൂരാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബട്ടൂരക്ക് വേണ്ടി ഒരു 5 കപ്പ് മൈദപ്പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നിറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു 3 വലിയ ടേബിൾ സ്പൂണാണ് ചേർത്തത്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ പോരാ. അപ്പോൾ 2 ടീസ്പൂൺ നിറച്ച് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഇത് എക്സ് ലാർജ് ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത്. അതുകൊണ്ട് ഒന്നാണ് ചേർക്കണത്. ചെറിയ മുട്ട ആണെങ്കിൽ 2 എണ്ണം വേണം. അപ്പോൾ ഞാനിപ്പോൾ വലിയ മുട്ട ആയതുകൊണ്ട് ഒറ്റ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര് കേട്ടോ. 1 കപ്പ് പുളിയില്ലാത്ത തൈരായിരിക്കണം. പുളി തീരെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ യോഗട്ട്. പിന്നെയാണ് പാലാണ് ചേർക്കേണ്ടത്. പാൽ എൻ്റെ അടുത്ത് ഇപ്പം എവാപ്പറേറ്റഡ് മിൽക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പം ബ്രെഡ് ഉണ്ടാക്കാൻ ഒരു ആവശ്യത്തിന് വാങ്ങിയതുള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പാല് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഇത് ചേർത്തുന്നേ ഉള്ളൂ. ഇതിന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടൂരക്കാണ് കുഴയ്ക്കുന്നത്. ഞാനെപ്പോഴും പറയുന്നതാണ് എണ്ണയിലിട്ട് പൊരിക്കാനുള്ളതായതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കാണ്ട് നിൽക്കണമെങ്കിൽ നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഹാർഡായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം. എന്നാൽ തീരെ ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ ആവാൻ വേണ്ടി ഒരു 1/2 കപ്പും കൂടെ പാൽ ഒഴിച്ചതിന് ശേഷമാണ് ഇത് കുഴച്ചെടുത്തത് കേട്ടോ. ഇതിനി ഇവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഞാൻ പുറത്തെ പത്തിരി, മീൻ പത്തിരി എന്ന് പറയുന്നത് അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 1 കിലോ ചെമ്മീൻ ഉണ്ടാവും. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് പറയുന്നത് കേട്ടോ. കാരണം ഏകദേശം ഒരു 1½ കിലോ ചിക്കൻ അല്ല പ്രോൺസ് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മസാല ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത പ്രോൺസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്മീൻ ആദ്യം തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കുറച്ച് മതി കേട്ടോ. ചെമ്മീനാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ചെറിയ ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും മസാലകളൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വെള്ളം വരും. ഒന്ന് മിക്സായി ചൂടാകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വെള്ളം ഇറങ്ങാൻ വേണ്ടി തുടങ്ങും. പിന്നെ ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മാക്സിമം മതി. അപ്പോൾ അത് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ കട്ടിയായി പോയതുകൊണ്ട് ഇങ്ങോട്ട് വീഴുന്നില്ല. അപ്പോൾ ദാ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഒരു വെളിച്ചെണ്ണ കിടന്നിട്ട് ഇതൊന്ന് വറ്റട്ടെ കേട്ടോ. ഭയങ്കര ഡ്രൈ ആയിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നില്ല കേട്ടോ. അത് മസാലയ്ക്കുള്ളതാണ്. അപ്പോൾ ദാ ഈ ഒരു പാകത്തിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ബ്ലാക്ക് കളറിലൊന്നും ആക്കുന്നില്ല. ഈ ഒരു രീതിയിൽ. ഇതിന് ഞാൻ കോരി മാറ്റുകയാണ് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക്.
അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിവിടെ കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചട്ടിയിൽ പിടിച്ചിട്ടുള്ള കുറച്ചിതില്ലേ, അത് നമ്മളെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അതും കൂടെ ഞാൻ ഇങ്ങോട്ട് പരണ്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടീൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ പാത്രമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല നോൺ സ്റ്റിക്ക് പോലെയാണ് ഇരിപ്പുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അത് മയക്കുന്ന രീതിയെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ മൊത്തം കോരിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അളവുകളൊക്കെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്, സ്ക്രീനിൻ്റെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. ആ ഒരു സെയിം നമ്മൾ ചെമ്മീൻ പൊരിച്ച ചട്ടി തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഇതിലേക്കും വന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ അതാ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എത്ര വെളിച്ചെണ്ണ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ അതാ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒരുപാടിട്ട് വഴറ്റണ്ട, കുറച്ചൊരു എന്താ പറയുക, ഒരു വെള്ളം പോലാണ് വേണ്ടി കേട്ടോ. നമുക്ക് അധികം ഇട്ട് വാട്ടിയെടുക്കേണ്ടിയില്ല. ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി, ഉള്ളി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ മാറുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയിൽ നമ്മൾ ചെമ്മീൻ പൊരിച്ചതായതുകൊണ്ടാണ് കേട്ടോ. ആ ഒരു മസാലൻ്റെ കളറാണ് ഉള്ളിക്ക് വരുന്നത്. ഇനി ഇതൊന്ന് വാടട്ടെ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ചെറിയതായിട്ട് മുറിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തിന്നുന്ന സമയത്ത് അതങ്ങ് കഴിച്ച് പോയിക്കോളൂ, പെറുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെള്ളം മാത്രം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ചട്ടിയിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് വാടുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തത്. അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഈ ഒരു ചട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോഡ് ഉണ്ട് കേട്ടോ, സ്പെഷ്യൽ കോഡ് ഉണ്ട്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ലിയാൻസ് 12 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ലിയാൻസ് 12 കഴിഞ്ഞ വീഡിയോയിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതാ പൊടികളാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, അതും സെയിം ക്വാണ്ടിറ്റി തന്നെ 1.5 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഇത്രയും പൊടികളുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഉള്ളിക്ക് വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ചെമ്മീൻ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ ഉള്ളിക്ക് വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് റെഡി ആയിരിക്കും ഏകദേശം. ഉപ്പ് പല രീതിയിലും ഓരോരുത്തരുടെ കയ്യിലുള്ള ഉപ്പിൻ്റെ രസത്തിന് വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് കറക്റ്റ് പറയാത്തത്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെച്ചതില്ലേ, നന്നായിട്ട് മഷി പോലെ അരച്ച് വെച്ചതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു തേങ്ങ ഫുള്ളാണ് ഞാൻ എടുത്തത്, കാരണം അത്രയും ചെമ്മീനുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു തേങ്ങയൊന്ന് വെന്ത് വരണം. തേങ്ങയ്ക്ക് ഒരു പച്ചച്ചോയ ഉണ്ടാവുമല്ലോ, അതൊന്ന് വേവണം. അപ്പോൾ ആ മിക്സിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ തേങ്ങയും വെന്ത് വന്നോളും, വെള്ളവും വറ്റി വരും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊരിച്ച് വെച്ച ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചെമ്മീനും കൂടെ ചേർത്തിട്ട് അതൊന്ന് വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്നാവും കേട്ടോ, ഒരു 1-2 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ വറ്റിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കുറേ സമയം എടുക്കുമെന്നുള്ള, പെട്ടെന്നാവും. പ്രത്യേകിച്ച് നമ്മളെ ഇരുമ്പ് ചട്ടിയും കൂടി ആയതുകൊണ്ട് നല്ല ചൂടാണ്, പെട്ടെന്നാവും കേട്ടോ. 1-2 മിനിറ്റൊക്കെ ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് 2 മിനിറ്റ് നേരം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വറ്റട്ടെ കേട്ടോ. നല്ല ഡ്രൈ ആകണ വരെ, ഓവറായിട്ട് ഡ്രൈ ആവണ്ട, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇതാ 2 മിനിറ്റ് നേരം ഞാനിത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ഇതായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മസാല അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അരിയാണ് കാണിക്കുന്നത്. അരി എന്ന് പറയുന്നത് ഞാനിവിടെ പൊതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് അരിയാണോ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത് ആ അരിയാണ് വേണ്ടി കേട്ടോ. പുഴുങ്ങലരിയാണ് വേണ്ടിയത്. ഞാനിവിടെ നല്ല ചൂടുവെള്ളത്തിലിട്ട് പൊതിർത്തി വെച്ചതാണ്. പിന്നെ ചോറായി പോകാൻ പാടില്ല, ഇങ്ങനെ അരിയായിട്ട് തന്നെ വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ പൊതിർത്തലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ തേങ്ങ അരച്ച സെയിം മിക്സി തന്നെയാണ്, അതിലേക്ക് നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന അരിയാണിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരഞ്ഞ് കിട്ടാനും ഓരോരുത്തരും മിക്സിയിലും എത്രയാണോ വെള്ളം ഒഴിക്കേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മഷി പോലെ ആയിരിക്കണം അരക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എത്രത്തോളം കട്ടിയാക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. ചിലർക്ക് നല്ല ലൂസായാലേ ചിലപ്പോൾ മിക്സിയിൽ അരയാൻ പറ്റുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് കുഴക്കാൻ പറ്റുന്ന വലിയൊരു പാത്രത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം ഇതിൽ നമുക്ക് പൊടി ഇട്ടിട്ട് കുഴക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമുള്ള പാത്രമായിരിക്കണം. ഇതൊരു 3-4 ബാച്ചായിട്ട് ഇത് അരച്ചെടുക്കേണ്ടി വരും കേട്ടോ, കാരണം കുറച്ചധികം ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ മാറ്റി ബാക്കിയും ഫുള്ളും ഇങ്ങനെ അരച്ചെടുക്കണം കേട്ടോ, ഇതേ സെയിം തന്നെ. അപ്പോൾ അത് ബാക്കി ഫുള്ള് ഞാൻ അരച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ട്രിപ്പും കൂടെ അരക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ആ ലാസ്റ്റ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് കുറച്ച് തേങ്ങ ഒരു ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒരു 3 വലിയ കൈപ്പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് ഉണ്ടാവും തേങ്ങ ചേർത്തത്.
പിന്നെ വേണ്ടിയ കുറച്ച് മസാലകളാണ്. കുറച്ച് ഗ്രാമ്പു, പട്ടയും ഇത്രയേ ഉള്ളൂ കേട്ടോ. അളവൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പട്ടയും ഗ്രാമ്പും മാത്രം മതി. ഏലക്കായ് ചേർക്കൂല കേട്ടോ. ഇത്രയാണ് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ല ജീരകമാണ് കേട്ടോ. നമ്മൾ ചെറിയ ജീരകം എന്ന് പറയുന്നത് ക്യുമിൻ സീഡ്സ്. അത് 1 ടീസ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ക്യുമിനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അതും കൂടെ അരച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ ഈ ഒരു ആദ്യം അരച്ച് വെച്ചതിലേക്ക് തന്നെ ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കാരണം ഉപ്പിടാണ്ടാണല്ലോ നമ്മൾ അരച്ചെടുത്തത്. അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ വേണ്ടി ഇതിൽ പൊടി എന്ന് പറയുന്നത് ഒറോട്ടിപ്പൊടിയാണ് ഇട്ടത്. ഇത് പുഴുങ്ങലരിൻ്റെ പൊടി തന്നെയാണ്. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴും പറയുന്നതാണ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ പത്തിരിപ്പൊടി എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന അരിപ്പൊടി ഇല്ല, അത് ചേർത്താലും മതി. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല എന്നേ ഉള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഒരു അളവ് നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റില്ല. കുഴച്ച് നോക്കുക കേട്ടോ. നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന പാകത്തിലാകണ വരെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഭയങ്കര ഡ്രൈ ആക്കി കുഴക്കാൻ നിൽക്കണ്ട, ഈ ഒരു പാകത്തിൽ കേട്ടോ. ഇത് നമ്മൾ കൈയൊക്കെ ഒന്ന് കഴുകി വരുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിരിക്കും. അപ്പോൾ അതവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പുറത്തെ പത്തിരി, മീൻ പത്തിരി എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന പ്ലേറ്റാണിത്. അപ്പോൾ ഞാൻ അതിനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടത്. അലുമിനിയത്തിൻ്റെ പ്ലേറ്റാണ്. അപ്പോൾ ഈ പ്ലേറ്റിലാണ് നമ്മളിപ്പം മീൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് കുറച്ച് ഒന്ന് ഓയിലാക്കിയിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 3-4 ഡ്രോപ്സ് മതി. അത്രയും ഒന്ന് ആക്കിയിട്ട് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്താൽ മതി. ഒന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഇളകി വരാൻ, ഒട്ടി പിടിക്കൊന്നുമില്ല, ഇളകി വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കയ്യിലും ഞാനൊന്ന് എണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു പ്ലേറ്റിൻ്റെ വലുപ്പത്തിലുള്ള പത്തിരിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കുറച്ച് വലിയ പ്ലേറ്റാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ഉരുള വേണം കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് ആ പ്ലേറ്റിൽ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അളവ് എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു ഉരുള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ആ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ പരത്തിയാൽ മതി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതുപോലെ തന്നെയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. ഞാൻ കുറച്ച് നേരിയ ടൈപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അധികം തടിയില്ല ഈ ഒരു പത്തിരിക്ക്. കുറച്ച് നേരിയതായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ദാ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ 2 എണ്ണം ഉണ്ടാക്കണം കേട്ടോ. ഒന്ന് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ അടുത്ത പത്തിരിയും പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ അലുമിനിയം ഫോയിലും ഞാൻ കുറച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കും ഈ സെയിം വലുപ്പത്തിലുള്ള ഉരുള തന്നെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഒരു വലുപ്പത്തിൽ നമ്മൾ ആ ഒരു പ്ലേറ്റിൻ്റെ അതേ വലുപ്പത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. നല്ല നേരെയായിട്ടൊന്ന് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതാ രണ്ടാമത്തെ പത്തിരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ച് നോക്കട്ടോ. അതേ സൈസല്ലേ, കുറച്ച് ചെറുതാണ് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാടിട്ട് നിറയ്ക്കണ്ട, നന്നായിട്ട് പരത്തി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നിറയ്ക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം പത്തിരിക്ക് അധികം തടിയില്ല, കുറച്ച് തടി കുറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ അതാ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പത്തിരിയില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് പൊട്ടിപ്പോവാണ്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ അലുമിനിയം ഫോയിൽ ഇതിൻ്റെ മേലെ നിന്ന് എടുത്താൽ ഞാൻ മതി. കവറിലും ചെയ്യാം കേട്ടോ. കവർ ഉണ്ടെങ്കിൽ കവറിലും ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ആ പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പം കുറവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണമായതുകൊണ്ട് അളവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ചും കൂടെ പത്തിരി ഒന്ന് പരത്തി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള മാവായതുകൊണ്ട് ഒന്നിനും കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ ഒരു അടിയത്തെ പത്തിരീനെ കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി സ്റ്റീം ചെയ്ത് വേവിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊരു ചെമ്പിൽ കുറച്ചധികം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു തട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മീൻ പത്തിരി വെച്ച് കൊടുത്തിട്ട് 45 മിനിറ്റാണ് ഞാനിതിവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ. 45 മിനിറ്റ്സ്, അരമണിക്കൂർ മതിയാവും. പക്ഷേ ഞാൻ 45 മിനിറ്റ് ചെയ്യലുണ്ട് കേട്ടോ. അതൊന്ന് ചെറിയ തീയിലവിടെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ആ സെയിം മാവ് തന്നെ അങ്ങനത്തെ 2 എണ്ണമാണ് മീൻ പത്തിരി ഞാൻ ഉണ്ടാക്കിയത്. ബാക്കി ഞാൻ ഉണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കൊഴുക്കട്ട എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, കൊഴുക്കട്ട എന്ന് പറയുന്നത് ഉണ്ടാന്ന് പറയുന്നതൊക്കെ സെയിം തന്നെയാണ്. ചെറിയൊരു ഉരുള മാവ് എടുത്തിട്ടുണ്ട്. അത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ സെയിം മാവ് തന്നെ. ശരിക്കും ഉണ്ടക്ക് അല്ലെങ്കിൽ നമ്മളെ ഇതിലുള്ള മസാല എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിരിക്കും, വറുത്ത് വെക്കുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ സെയിം ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കട്ടെ. ഉരുട്ടി ഇതിനൊന്ന് കവർ ചെയ്തെടുക്കാം. എന്താ പറയുക, ക്രാക്കൊന്നും ഇല്ലാണ്ട് ഉരുട്ടിയെടുക്കണം.
അല്ലെങ്കിൽ പൊട്ടിപ്പോവും നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ക്രാക്കില്ലാണ്ട് ഉരുട്ടിയെടുക്കുക. ഇതും സെയിം മെത്തേഡ് തന്നെ കേട്ടോ. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഉണ്ടക്ക് വേവാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ട വെന്ത് കിട്ടും കേട്ടോ. കാരണം അത് അധികം വലിപ്പമില്ലല്ലോ. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഞാൻ ഈ പ്ലേറ്റിൽ നിറച്ചും വെച്ച് കൊടുത്തിട്ട് 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഡെസേർട്ട് ഒരു ഫ്യൂഷൻ ഡെസേർട്ടാണ്. അപ്പോൾ ഞാൻ അട, നമ്മളെ പായസം വെക്കുന്ന അടയാണ് എടുത്തത്. അരിൻ്റെ അട, അതൊരു പാക്കറ്റ് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. കട്ട ഇട്ടരുത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കണം. ഒരു 15 മിനിറ്റ് വെക്കുന്ന സമയത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് കഴുകിയെടുക്കുക. ഇപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടയൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി കൊണ്ടുവരണം കേട്ടോ. ഈ വെള്ളം ഒഴിവാക്കിയിട്ട് അത് നന്നായിട്ട് കഴുകി ഊറ്റി കൊണ്ടുവന്നതാണിത്. അടയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കുറച്ച് അതിന് വേവുള്ളൂ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറാണ് എടുക്കണം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് ഉണ്ട് കേട്ടോ. അത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കുക. സാധാരണ നമ്മൾ കസ്റ്റർഡ് ചെയ്യണ പോലെ തന്നെയാണ്. ഇതൊരു ഫ്യൂഷൻ ഡെസേർട്ടായിട്ട് ചെയ്യണതാണ് കേട്ടോ. ഞാനൊരു ട്രയൽ നോക്കിയതാണ്. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോ കേട്ടോ. അപ്പോൾ അതൊരു 3 കപ്പോളം പാല്, ഇതൊക്കെ ഒരു ഏകദേശം അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 3 കപ്പ് പാല് ഞാൻ വെച്ച് കൊടുത്താണ്. എന്നിട്ട് ഇത് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയാൽ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മളെ കസ്റ്റർഡിൻ്റെ മിക്സ് ഇല്ല, അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാണ്ട് ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ. പെട്ടെന്ന് ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അങ്ങനത്തെ വിസ്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയും കൊണ്ട് നിൽക്കുക. ഇത് ചൂടാവാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കട്ടിയാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ടിന്നിൻ്റെ 1/2 ടിൻ, 1/2 ടിന്ന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയും കൊണ്ട് നിൽക്കുക കേട്ടോ. തിളയ്ക്കുന്നതിനനുസരിച്ച് അത് കുറുകി കുറുകി വരും. ഇതിപ്പോൾ അത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം അത് കുറുകിയാലും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരിക. ഒരു പച്ചച്ചോയൊക്കെ ഒന്ന് മാറി വന്നോളൂ. അപ്പോൾ 2-3 മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ അത് തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുക്കാൻ വേണ്ടി അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത ഇതിൻ്റെ പ്രോസസ്സ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ പായസവും പുഡിങ്ങും രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ഫ്യൂഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഒരു ബീഫ് ഫ്രൈ വേണം. അപ്പോൾ അതായത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തത് കേട്ടോ. പാകിസ്ഥാനി ബീഫാണ്. പിന്നെ 2 വലിയ സൈസുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് തക്കാളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി, ഒരു 3-4 പച്ചമുളകുമാണ്. പിന്നെ വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പൊടികളാണ് വേണ്ടത്. മല്ലിപ്പൊടി വേണം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്താണ്. പിന്നെ മുളക് പൊടി വേണം, 2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ട മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഗരം മസാലേൻ്റെ പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കുഴച്ചെടുക്കുക കേട്ടോ. ആ ഒരു ബീഫ് ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരണം. നന്നായിട്ട് ഞെരടി എടുക്കുക. ആ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചേർക്കാൻ വേണ്ടി പോകണില്ല. കാരണം അതിനാണ് ഞാൻ അലൂമിനിയം കുക്കർ എടുത്തത് തന്നെ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർക്കാണ്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് മൂടി വെച്ചിട്ട് ഒരു 4-5 വിസിലൊക്കെ വരേണ്ടി വരും കേട്ടോ. ഓരോരുത്തർ കുക്കറിൻ്റെ ഇതിന് വ്യത്യാസം ഉണ്ടാവും. ഒരു 4-5 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ പായസത്തിൻ്റെ ബാക്കി പണി. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മളൊരു 3 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചതാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ സോക്ക് ചെയ്ത അടയില്ലേ, കഴുകിയെടുത്ത അടയാണിത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അടനെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുറുക്കിയെടുക്കുക. ആ പാലൊന്ന് വറ്റി വരണം കേട്ടോ. അതിലുള്ള ആ പാലും അടയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വെന്ത് വരണം. അപ്പോൾ ഒരു കട്ടിയാകുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് ലൂസായിട്ടാണുള്ളത്. ഇതൊന്ന് വറ്റി വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് പിന്നെയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വറ്റട്ടെ. ഒന്ന് വറ്റാൻ തുടങ്ങിയാൽ നമുക്ക് മധുരം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് വറ്റട്ടെ. ഇനിയിപ്പോൾ വറ്റുന്ന നേരം കൊണ്ട് നമ്മളിപ്പോൾ ഇതാ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അത് വറ്റാൻ എന്തായാലും ഒരു 5-6 മിനിറ്റ് എടുക്കും. അപ്പോൾ അതാ ഒരു വലിയൊരു ട്രേ എടുത്തിട്ടുണ്ട്. 3 ചിക്കനും ഒന്നിച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ അലുമിനിയം ഫോയിൽ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ, 2-3 ഡ്രോപ്സ് ഓയിൽ ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിഭാഗം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഫുൾ ചിക്കനാണ്. അപ്പോൾ ഞാനിത് ഗ്രില്ല് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാനിത് മുറിക്കുന്നത് കേട്ടോ. മുറിച്ചിട്ടാണ് സെർവ് ചെയ്യുക. പക്ഷേ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് മുറിക്കുന്നുള്ളൂ. അപ്പോൾ അതാ 3 എണ്ണം ഞാൻ ഒപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 ചെറിയ ചിക്കൻ ആയതുകൊണ്ടാണ് പോയത് കേട്ടോ. വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെമ്പിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ചെമ്പിലും നമുക്ക് ഇതേപോലെ തന്നെ ഫോയിൽ ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള മസാല ഞാൻ ഇതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ് കേട്ടോ. 250 ഡിഗ്രിയിൽ 1 ഹവറാണ് എൻ്റെ ഓവനിലെ ടൈം എന്ന് പറയുന്നത്. അത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി അവിടുന്ന് ആവട്ടെ. ഇനിയിപ്പോൾ അത് നമ്മളെ പായസത്തിൻ്റെ ബാക്കി പണി അതിപ്പോൾ നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പാലൊക്കെ ഒന്ന് വറ്റി ആ അടയും പാലും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കുഴഞ്ഞ പാകമാണ് നമുക്ക് വേണ്ടി കേട്ടോ. കാരണം ഇത് പായസമല്ല, നമുക്കിങ്ങനെ കോരി തിന്നുന്ന സാധനമാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ഞാൻ പറഞ്ഞല്ലോ മിൽക്ക് മെയ്ഡ് ചേർക്കണം എന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ കസ്റ്റേർഡിൽ ചേർത്ത പകുതി ടിന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി പകുതിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. മധുരം നല്ലോണം വേണേ, മധുരം ഇല്ലാഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മധുരം നന്നായിട്ട് വേണം. അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പം കുറവാണ് കേട്ടോ. മധുരം ഞാൻ കുറച്ചും കൂടെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അടപ്രഥമൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏലക്കായ് വേണം. അപ്പോൾ അത് ഏലക്കായും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ മധുരം ഞാൻ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മധുരം തീരെ വേണ്ട എന്നുള്ള ആൾക്കാർക്ക് കുറച്ച് കുറയ്ക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡിയാണ് കേട്ടോ. നന്നായിട്ട് കുറുകി നല്ല പാകത്തിലായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിന് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇതിന് നല്ല ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിലും ഒരു ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് ഇല്ലേ, അത് നന്നായിട്ട് തണുത്തതാണ്. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഫുൾ കസ്റ്റഡിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഫ്രൂട്ട്സാണ് സാധാരണ നമ്മൾ ഈ കസ്റ്റേർഡിൽ മിക്സ് ആക്കല് കാരണം കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പം ഫ്രൂട്ട്സിന് പകരമാണ് ഞാൻ ഈ ഒരു അട ചേർത്ത് കൊടുത്തത്. കടിക്കാൻ വേണ്ടിയിട്ട് അടയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ വരുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, ഒരു പുതിയതാണ്. ഇനിയിപ്പോൾ അത് അടുത്ത മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2 കിലോ മന്തി അരിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഞാൻ എപ്പോഴും മന്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് വരുന്ന കമൻറ്റാണ് നിങ്ങളെ അരി ഏതാണ്, അരിൻ്റെ ചാക്ക് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അരി ഞാൻ എപ്പോഴും പറയലുണ്ട്, വലീമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഞാൻ വാങ്ങൽ കേട്ടോ. അൽ വലീമ എന്നാണ് എഴുതുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ആരോ ഒന്ന് കമൻറ്റ് ചോദിച്ചിരുന്നു അൽ എന്നുണ്ടോ എന്നുള്ളത്. യെസ്, അൽ എന്നുണ്ട് കേട്ടോ. അൽ വലീമ എന്നാണ് ഇതിൻ്റെ മേലെ പേരുണ്ടാവുക. പിന്നെ സ്റ്റൈൽ എന്നുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അൽ വലീമ സ്റ്റൈൽ, അല്ലെങ്കിൽ ഈ സ്റ്റൈൽ എന്നില്ലാത്ത വെറും വലീമ മാത്രമായിട്ടും കിട്ടും കേട്ടോ. രണ്ടും കുഴപ്പമില്ല, രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ അൽ വലീമ എന്ന് മാത്രം, അല്ലെങ്കിൽ അൽ വലീമ സ്റ്റൈൽ എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തീർന്നപ്പോൾ 5 കിലോൻ്റെ അടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇവിടെ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുണ്ട്. അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് പൊതിർത്താൻ വേണ്ടി വെക്കണം കേട്ടോ. അരി ഒന്ന് സോക്കാവട്ടെ. ഇനിയിപ്പോൾ അടുത്ത അതിൻ്റെ മന്തിൻ്റെ കൂടെ കഴിക്കുന്ന സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ടൊമാറ്റോൻ്റെ ഒരു സോസില്ലേ, അതാണ്. അപ്പോൾ അതിന് തക്കാളിയും ഉള്ളിയും പച്ചമുളകുമാണ്. അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ വെള്ളമൊന്നും വേണ്ട, ഈ ഒരു തക്കാളിൻ്റെ വെള്ളം മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഭയങ്കര പേസ്റ്റാക്കി അരയ്ക്കണ്ട. ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു മീഡിയം ഇതിലും അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് കുറച്ചും കൂടെ വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ കളറും വന്നോളൂ കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. സോസ് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മളെ ബീഫ് നോക്കാം കേട്ടോ. ബീഫ് നന്നായിട്ട് വെന്ത് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ്. ബീഫ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നമ്മൾ തീരെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഓയിലൊക്കെ ഇനി ചേർക്കാൻ വേണ്ടി പോകണേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. പണ്ട് ഞാനിത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ റോസ്റ്റായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ വേറൊരു പാത്രം വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ വേണം കേട്ടോ. ഓയിലൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അത്രയും മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ മുളക് കുറവായതുകൊണ്ട് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് കട്ടിയും വരും, പിന്നെ ഒരു കളറും വന്നോളും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മളെ ബീഫില്ല, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു ഗ്രേവിയോട് കൂടി നമ്മളൊരു തുള്ളി വെള്ളം ഇല്ലാണ്ടാണ് വേവിച്ചെടുത്തത്, എന്നാലും കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ അതിൽ. എന്നിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വറ്റിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ. ഇതിപ്പോൾ ഒരു പരിപാടി ആയതുകൊണ്ട് നമുക്ക് തയ്യാണ്ടായി പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വറ്റിക്കുന്നില്ല. ഒരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ദാ ഈ ഒരു രീതിയിലേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിപ്പം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി ട്ടോ. ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ചെറുതായിട്ടൊരു ഗ്രേവി ഉള്ള രീതിയിലാണ് ഞാൻ വറ്റിച്ചെടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതവിടെ മാറ്റി വെക്കാം ട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതാ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വലിയ ചെമ്പ് എടുത്തിട്ടുണ്ട്. 2 കിലോ കൊള്ളുന്ന ചെമ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ചെമ്പ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചിരുന്ന കുറച്ച് മസാലകളാണ് ഞാൻ എപ്പോഴും പറയലുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായി പിന്നെ ഒരു കറുത്ത ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനി ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പെറുക്കണ്ടില്ല, ഈ പാത്രം അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പം ഫസ്റ്റ് ഒരു ക്യാൻ അതിൽ എണ്ണ തീർന്നിട്ടുണ്ട്. ബാക്കി ഞാൻ അടുത്ത ക്യാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് എണ്ണ ഉണ്ട് ഇത്. ആദ്യം ഒഴിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട അത്രയും ഒഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള 1/4 കപ്പ് എണ്ണയാണ് ഇട്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പതയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ചില ഉള്ളിൻ്റെ കളറൊന്നും മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടി തുടങ്ങി. ഇതിലേക്ക് അപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ച ചൊയ ഒന്ന് മാറി വരണം കേട്ടോ. അല്ലെങ്കിൽ അതൊരു പച്ച ചൊയ വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ അലിഞ്ഞ് വന്നോളും. ഒന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ആയിട്ട് വരണം. 2 മിനിറ്റ് അതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുപ്പിയിലെടുത്ത് വെച്ചിട്ടുള്ള മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മസാല ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇതായിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുതിർത്തി വെച്ചിട്ടുള്ള അരിയില്ലേ, അതൊന്ന് ഊറ്റിക്കൊണ്ടുവരാം കേട്ടോ. ഊറ്റിയതിൻ്റെ ശേഷമുള്ളതാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ പുതിർത്തി അരിയിലിട്ടാൽ പിന്നെ വെള്ളം ഒഴിക്കാണ്ട് ഇളക്കാൻ പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി പൊടിഞ്ഞു പോവും. അപ്പോൾ ഫുള്ള് മൊത്തം അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ അരി ഒരു പാത്രത്തിലിട്ടിട്ട് നോക്കുക എത്ര ഉണ്ടെന്നുള്ള, അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടി കേട്ടോ. അപ്പോൾ അത് ഡബിൾ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിളയ്ക്കുന്നതിനനുസരിച്ച് ആ ഒരു ടൊമാറ്റോ അല്ല നമ്മളെ ചിക്കൻ ക്യൂബൊക്കെ അങ്ങ് അലിഞ്ഞ് വന്നോളൂ കേട്ടോ. ചൂടാവുന്നതിനനുസരിച്ച് വന്നോളും. അപ്പോൾ അത് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാൻ വെള്ളം ചൂടാക്കിയത് കേട്ടോ കെറ്റിൽ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ്. കാരണം ചിക്കൻ ക്യൂബ് ചേർത്തത് കൊണ്ട് ഏകദേശം ഉപ്പുണ്ടാവും. ബാക്കി കുറഞ്ഞ ഉപ്പിൻ്റെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിള വന്നു കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മൂടി വെക്കുക. എന്നിട്ട് ചെറിയ തീയിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇത് വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതാണ് കേട്ടോ. പെട്ടെന്ന് വറ്റും കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് ആയി വരും. അപ്പോൾ അത് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ സമയമായിട്ടോ, കുറച്ച് തിരക്കിട്ടിട്ടാണ് ആക്കണത്. ഒരുപാട് വറ്റാനൊന്നും ഇവിടെ സമയമില്ല. അപ്പോൾ അതാ ഏകദേശം ഒന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചാർക്കോൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നന്നായിട്ട് കത്തിച്ച 2 ചാർക്കോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ഡ്രോപ്സ് മതി കേട്ടോ. ഓയിൽ ഒന്ന് പുകയാൻ തുടങ്ങിയാൽ മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് നേരം കേട്ടോ. അത്രേ സമയമുള്ളൂ. ഒരു 10 മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ഈ ഒരു ബട്ടൂര പൊരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ബട്ടൂരിൻ്റെ മാവ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവാണ്. നന്നായിട്ട് പൊങ്ങി വന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വലിയ ഉരുളായിട്ട് ഞാൻ എടുക്കുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും. ഏകദേശം നല്ല ഒരു 5-8 ബട്ടൂര ഒന്നിച്ചുണ്ടാക്കുന്ന രീതിയിലാണ് എടുത്തത്. അതിനി പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് തടിയിലാണ് പരത്തേണ്ടത് കേട്ടോ. നൈസായിട്ട് പരത്തരുത്. അപ്പം പപ്പടം പോലെയാണ് ആയി പോവുക. അത് വെക്കുന്തോറും ഈ ഒരു ബട്ടൂരക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് ഹാർഡായിട്ട് വരും. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര നേരിയതായിട്ട് പരത്തുന്നതുകൊണ്ടാണ് അങ്ങനെ ഹാർഡായി വരുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് വേണ്ടി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. നമ്മൾ സാധാരണ പിസ്സ മുറിക്കുന്ന പോലെയാണ് മുറിക്കുന്നത് കേട്ടോ. മാക്സിമം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചത്. ഇനിയിപ്പോൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയിലേക്ക് ഇത് നമ്മൾ 2-3 ഒക്കെ ഒന്നിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഞാനിതൊരു 3 എണ്ണം ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് ആയി വരിക. കാരണം ഇത് ഒരുപാട് വേവാനില്ല. പെട്ടെന്ന് വേവണ സാധനമാണ്. നന്നായിട്ട് പൊള്ളിയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഭട്ടൂരയും ഇവിടെ ഏകദേശം റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇതിന് തീരെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് എന്താ പറയുക, വെള്ളം കുറച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ തീരെ എണ്ണയൊന്നും കുടിക്കില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഈ വീർത്ത് നിൽക്കുന്നത് പോവുകയില്ല കേട്ടോ. അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതാ നമ്മളെ ഭട്ടൂരയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചോറ് ഇവിടെ റെഡി ആയിട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ്, ചാർജ് തീർന്നതാണ്. ഞാൻ 2 കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞയും ചുവപ്പും അത്രയേ ഉള്ളൂ. അത് ചാർജ് തീർന്നതുകൊണ്ട് പെട്ടെന്ന് അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോട് കൂടി തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണേ.
എനിക്കിപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചൂടോടുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും കുറച്ചും കൂടെ ഒന്ന് തണിയണം. കുറച്ച് തണിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് മിക്സ് ആക്കിയാലും നല്ലത്. ഇപ്പോൾ ഇതാ ഓരോന്ന് വിളമ്പാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളെ പുറത്തെ പത്തിരി മീൻ പത്തിരിയാണിത്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ട്രഡീഷണൽ രീതി കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിസ്സ കട്ട് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. ട്രയാങ്കിൾ ആയിട്ടാണ് സാധാരണ ട്രഡീഷണൽ ആയിട്ട് പുറത്തെ പത്തിരി അല്ലെ മീൻ പത്തിരി കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു പരിപാടി ആയതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എന്നാലല്ലേ എല്ലാവർക്കും എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വലിയ പീസായിട്ട് എടുക്കുന്ന സമയത്ത് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് സാധനം നമ്മൾ പാർട്ടിക്കായിട്ട് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ എല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ മുറിച്ച് വെക്കുക. ഇനിയിപ്പോൾ അത് അടുത്തത് നമ്മളെ കൊഴുക്കട്ട എന്ന് പറയുന്നത് അതും ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ശരിക്കും മുറിച്ച് വെക്കലായിരുന്നു നല്ലത് കേട്ടോ. കുറച്ച് വലുതാണ്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയാണ് വെച്ച് പോയത്. വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് ഓർമ്മയായത്. ശരിക്കും മുറിച്ച് വെച്ചിരുന്നെങ്കിൽ ആൾക്കാർക്ക് കഴിക്കാനൊരു കുറച്ചും കൂടെ ഒരു സുഖമായിരുന്നു എന്നുള്ള. പക്ഷെ അത് ആ ഒരു ബുദ്ധി അന്നേരം വന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ സെർവ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്തത് ഒരു സിമ്പിൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാലഡ് ഇപ്പം കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ചെറിയ ടൊമാറ്റോ ഉണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കോ. സിമ്പിളാണ്. അതിൽ കുറച്ച് പച്ചമുളകും പുതിനയും ഉപ്പും കൂടെ അരച്ചിട്ട് ചേർത്തതാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ. ഇതിപ്പോൾ എല്ലാം കൂടെ എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു സാലഡാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചധികം സ്ട്രോബെറി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്ട്രോബെറിൻ്റെ സീസണാണ് കേട്ടോ. അപ്പോൾ ആ സ്ട്രോബെറി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കാരമൽ സോസും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് എവിടുന്നാണ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ചൈനയിൽ പോയപ്പം അവിടുത്തെ അവരുടെ ട്രഡീഷണൽ സ്ട്രീറ്റ് ഇതാണിത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കോൽമ കുത്തിയിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഞാനിത് വേറെ എന്തോ സാധനമാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങി തിന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ മേലെ കാരമലാണ് ആക്കി വെച്ചതെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ ആയപ്പോൾ ഞാൻ അതുപോലെ ചെയ്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാരമലും സ്ട്രോബെറിൻ്റെയും രണ്ടും കൂടെ ഫ്ലേവർ മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. പിന്നെ ആ സ്ട്രോബെറിൻ്റെ ചെറിയ പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. ഈ ഒരു കാരമലിൻ്റെ ടേസ്റ്റാണ് വരിക. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ ചോറ് വിളമ്പാണ്. അപ്പോൾ ആ ചോറ് ഞാൻ വലിയൊരു ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയ്യിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ ബട്ടൂരാണ്. ബട്ടൂര ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എത്ര സമയം വെച്ചാലും ഇപ്പോൾ പൊരിച്ച് വെച്ചിട്ട് ഒരുപാട് സമയമായി കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇതുള്ളത്. എന്നാലും അങ്ങനെ തന്നെ നിന്നോളും. പിന്നെ കുറച്ച് പൊറോട്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച നമ്മളെ ഡെസേർട്ടാണിത്. നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മധുരവും വേണം. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ വെച്ച് കോരിയെടുക്കാൻ കേട്ടോ. ഇതൊരു പുഡിങ്ങും അല്ല പായസവും അല്ല. അങ്ങനത്തെ ഒരു ഫ്യൂഷൻ ടൈപ്പിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രയലായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കോൺഫ്ലാക്സ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്പി ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കോൺഫ്ലാക്സ് ഇട്ട് കൊടുത്താണ്. അതിലൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അതിപ്പോൾ കണ്ടില്ല, ഒന്ന് ചൂടാറിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. അതാകുമ്പോൾ കുറച്ച് അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും. എന്നാൽ ബീഫ് റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ വരികയും ചെയ്യും. ഇപ്പോൾ ബീഫ് റോസ്റ്റും ഇവിടെ വിളമ്പിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ ചിക്കനാണ് കേട്ടോ. ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ ഒരു 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം സെൻറ്റർ ഒന്ന് മുറിച്ചെടുക്കുക, എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ പകുതി വെക്കുക. ഇങ്ങനെയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ പാർട്ടി വ്ളോഗിലെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഞാനെപ്പോഴും പറയുന്നതാണ്, പാർട്ടി വ്ളോഗ് എടുക്കാൻ ഒരുപാട് പ്രയാസമാണ് കേട്ടോ. ചില്ലറ പണിയൊന്നുമല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാകുമ്പോൾ 1-2 ഐറ്റംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ര പ്രയാസമില്ല. ഇത് ഷൂട്ട് ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സമയത്തോളം ഒരു ക്രിയേറ്റർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്കൊന്നും തരാനും തീരെ പിശുക്കരുത്. ഒന്ന് ലൈക്ക് ബട്ടൺ തരിക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിലോ ഇല്ലെങ്കിലോ എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.